വിശദമായ വാർത്തയിലേക്ക് തന്നെയാണ് പോകുന്നത്. ഇറാന്റെ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അതുപോലെ തന്നെ ഇസ്രയേൽ സേനയും അടക്കം ഇസ്രയേൽ സംയുക്ത ആക്രമണത്തിൽ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നു. അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ഇന്റലിജൻസ് സംവിധാനങ്ങളെയും ട്രാക്കിംഗ് സംവിധാനങ്ങളെയും മറികടക്കാൻ ഖമേനിക്ക് കഴിഞ്ഞില്ല. ഖമേനി മാത്രമല്ല, ഇറാന്റെ സുപ്രധാന തീരുമാനങ്ങൾ എടുത്തിരുന്ന മറ്റ് മുതിർന്ന നേതാക്കളും ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായാണ് ട്രംപ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ട്രംപ് അവകാശവാദം നടത്തിയത്. വിവരങ്ങളുമായി വിസ്മയ പ്രകാശ് ചേരുന്നുണ്ട്. വിസ്മയ, എന്തായാലും ഇറാന്റെ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടെന്നൊരു അവകാശവാദത്തിലേക്ക് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കടക്കുന്നു. എത്രത്തോളം സത്യാവസ്ഥയുണ്ട് ഈ ഒരു വാർത്തയിൽ? വരുന്ന ഒരു സുപ്രധാനമായ ഒരു വിവരം എന്ന് പറയുന്നത് ഖമേനി കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത ഇറാൻ മാധ്യമങ്ങളും സ്ഥിരീകരിച്ചിരിക്കുകയാണ്. അതായത് ഇറാന്റെ പരമോന്നത നേതാവായ ആയത്തുൽ അലി ഖമേനി കൊല്ലപ്പെട്ടതായുള്ള ഈ ഒരു വാർത്ത ഇറാൻ മാധ്യമങ്ങളും സ്ഥിരീകരിച്ച ഒരു നിലയിലാണ് റിപ്പോർട്ട് പുറത്തു വരുന്നത്. മുന്നേ തന്നെ അതായത് ഖമേനി കൊല്ലപ്പെട്ടു എന്നുള്ള കാര്യം ട്രംപ് അടക്കം ഇസ്രായേലും പുറത്തുവിട്ടിരുന്നു. ആ ഒരു ട്രംപിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യൽ വഴിയായിരുന്നു അത്തരത്തിലുള്ളൊരു പോസ്റ്റ് ട്രംപ് പുറത്തുവിട്ടിരുന്നത്. അതായത് പരമോന്നത നേതാവായ ഖമേനിയെ കൊലപ്പെടുത്തി എന്നുള്ള നിലയിലായിരുന്നു ട്രംപിന്റെ പോസ്റ്റ് ഉണ്ടായിരുന്നത്. ചരിത്രത്തിലെ ഏറ്റവും തിന്മ നിറഞ്ഞ മനുഷ്യൻ കൊല്ലപ്പെട്ടെന്നായിരുന്നു ട്രംപ് ആ ഒരു പോസ്റ്റിൽ കുറിച്ചിട്ടുണ്ടായിരുന്നത്. US ഇസ്രായേൽ ഇൻ്റലിജൻസിനെ മറികടക്കാൻ കഴിഞ്ഞില്ല, ഇസ്രായേൽ ഇൻ്റലിജൻസിനെ ഇറാന് മറികടക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളൊരു കാര്യവും അതുപോലെ തന്നെ ഒരു ദിവസം കൊണ്ട് തന്നെ ഈ ഒരു ഇറാനിൽ അത്രയും ഇറാനിനെ അത്രയും തകർക്കാൻ സാധിച്ചെന്നുള്ള നിലയിലായിരുന്നു ഈ ഒരു ട്രംപിൻ്റെ പോസ്റ്റ് ഉണ്ടായിരുന്നത്. എന്തായാലും ട്രംപ് പുറത്തുവിട്ട സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ പുറത്തുവിട്ട അതുപോലെ തന്നെ ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത രീതിയിൽ തന്നെ ഇപ്പോൾ ഇറാനും ആ ഒരു വാർത്ത സ്ഥിരീകരിച്ചിരിക്കുകയാണ്. അതായത് ഇറാന്റെ പരമോന്നത നേതാവായ ഖമേനി ആയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത സ്ഥിരീകരിച്ചിരിക്കുകയാണ് നിലവിൽ. എന്തായാലും ഇറാന് വലിയൊരു തിരിച്ചടി തന്നെയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതായത് ഇറാന്റെ പരമോന്നത നേതാവ് കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത മാത്രമല്ല, ഒരു സൈനിക ഉദ്യോഗസ്ഥനും കൊല്ലപ്പെട്ടതായും മാത്രമല്ല ഖമേനിയുടെ മകളും കൊച്ചുമകനും മരുമകനും കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തയും കുറച്ച് മുന്നേ തന്നെ വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്തായാലും ഖമേനി അടക്കം ഖമേനിയുടെ മകളും കൊച്ചുമകനും അതുപോലെ മരുമകനും കൊല്ലപ്പെട്ടു എന്നുള്ളൊരു ദുഃഖകരമായ ഒരു വാർത്തയാണ് എന്തായാലും ഈ ഒരു ആക്രമണത്തിൽ സുപ്രധാനമായ ഒരു വിവരം ഇന്ന് പങ്കുവെക്കാനുള്ളത്. എന്തായാലും ഇതേ രീതിയിൽ തന്നെ ഇറാന്റെ തിരിച്ചടിയും ശക്തമായി കൊണ്ടിരിക്കുകയാണ്. ഗൾഫ് രാജ്യങ്ങളിലെ തിരിച്ചടി ശക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും പല ഈ ഒരു 6 രാജ്യങ്ങൾ, ഗൾഫ് രാജ്യങ്ങളായ ബഹ്റൈൻ, അബുദാബി അടക്കമുള്ള ദുബായ് അടക്കമുള്ള രാജ്യങ്ങളിൽ ഇപ്പോഴും ഇറാൻ ഈ ഒരു തിരിച്ചടി ശക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ദുബായിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഒരു അന്താരാഷ്ട്ര വിമാനത്താവളം ലക്ഷ്യമിട്ടുമുള്ള ആക്രമണം ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ദുബായിലെ ബുർജ് അൽ അറബിൽ തീപിടുത്തമുണ്ടായിട്ടുണ്ട്. ഇറാന്റെ ഡ്രോൺ ആക്രമണത്തിലാണ് ഈ ഒരു ബുർജ് അൽ അറബിൽ തീപിടുത്തമുണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ ദുബായിലെ ജബൽ അലി തുറമുഖത്തും ഈ ഒരു തീപിടുത്തം ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു ഡ്രോൺ ആക്രമണത്തിൽ, അതായത് ഇത്തരത്തിലുള്ളൊരു ഡ്രോൺ ആക്രമണത്തിൽ അവിടുന്ന് ഡ്രോൺ അവശിഷ്ടങ്ങൾ വീഴുകയും തീപിടുത്തം ഉണ്ടാവുകയും ചെയ്തു. ഇന്നലെ രാത്രിയും ഇതുപോലെ തന്നെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരു ബുർജ് അൽ അറബിലും അതുപോലെ തന്നെ ദുബായ് ജബൽ അലി തുറമുഖത്തും ഇത്തരത്തിലൊരു തീപിടുത്തം സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള ഒരു കാര്യമാണ്. മാത്രമല്ല ഈ ഒരു ഇറാനിയൻ റെഡ് ക്രസന്റ് സൊസൈറ്റി ഈ ഒരു ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം അടക്കമുള്ള റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നു. അതായത് വിവിധ രാജ്യങ്ങളുമായി ഏറ്റുമുട്ടൽ തുടരുന്ന ഇറാനിൽ ഒറ്റ ദിവസത്തിനിടെ 201 പേർ കൊല്ലപ്പെട്ടതായാണ് ഇറാനിയൻ റെഡ് ക്രസന്റ് സൊസൈറ്റി പുറത്തുവിടുന്ന വിവരം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 747 പേർക്ക് പരിക്കേറ്റതായുള്ളൊരു വിവരം കൂടെ ഇവർ പുറത്തുവിടുന്നുണ്ട്. ഇറാനിലെ 24 പ്രവിശ്യകളിൽ US ഇസ്രായേൽ ആക്രമണം നടന്നതായും റെഡ് ക്രസന്റ് വ്യക്തമാക്കുന്നു. അതായത് ഒരു ദിവസം കൊണ്ട് തന്നെ 201 പേർ കൊല്ലപ്പെട്ടതായാണ് ഒരു ഇറാൻ പുറത്തുവിടുന്ന ഒരു വാർത്ത എന്ന് പറഞ്ഞു. എന്തായാലും മരണസംഖ്യ ഉയർന്നുകൊണ്ടേയിരിക്കുകയാണ്. മാത്രമല്ല ഇന്നലെ ഒരു സ്കൂളിൽ ആക്രമണം ഉണ്ടായിരുന്നു. ആ ഒരു സ്കൂളിലെ ആക്രമണം ആദ്യം 5 പെൺകുട്ടികളിൽ നിന്ന് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത എന്ന് പറയുന്നത് 115 ഉയർന്നു എന്നുള്ളൊരു കാര്യമാണ്. ആ സ്കൂളിലെ ആക്രമണത്തിൽ മരിച്ച പെൺകുട്ടികളുടെ എണ്ണം 115
ദുബായ് എന്നുള്ളൊരു വിവരവും കൂടെ ലഭിക്കുന്നുണ്ട്. എന്തായാലും ആദ്യം ഈ ഒരു ഇറാൻ്റെ തിരിച്ചടി എന്ന് പറയുന്നത് ഈ US സൈനിക താവളങ്ങളിലെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നെങ്കിൽ പിന്നീട് അത് ജനവാസ മേഖലയിലേക്കും പോവുകയായിരുന്നു. ഇപ്പോൾ അന്താരാഷ്ട്ര വിമാനങ്ങളടക്കം ലക്ഷ്യമിട്ടായിരുന്നു പിന്നീട് അവരുടെ ആക്രമണം എന്ന് പറയുന്നത്. ദുബായ്, അബുദാബി, കുവൈറ്റ്, ബഹ്റൈൻ ഈ 4 അന്താരാഷ്ട്ര വിമാനങ്ങൾക്ക് നേരെയും ആക്രമണം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതായത് ജനവാസ മേഖലയിലേക്കും ആക്രമണം തുടരുന്നു എന്ന് പറയുന്നത് അത്യന്തം പേടിപ്പെടുത്തുന്ന ഒരു കാര്യം എന്ന് തന്നെ പറയണം. ഇന്നലെ എന്തായാലും ഐക്യരാഷ്ട്ര സഭയുടെ ഒരു യോഗം ചേർന്നിരുന്നു. ഇന്നലെ പുലർച്ചെ 2 മണിയോടെ യോഗം ചേരുമെന്നായിരുന്നു വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ആ ഒരു യോഗത്തിൽ സുപ്രധാനമായ തീരുമാനമൊന്നും എങ്കിലും ഇരു രാജ്യങ്ങളും സമീപനം പാലിക്കണം എന്നുള്ളൊരു നിർദ്ദേശം മാത്രമേ ആ ഒരു യോഗത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. മറ്റ് നിർദ്ദേശങ്ങളോ കാര്യങ്ങളൊന്നും ഈ ഒരു യോഗത്തിൽ നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും ഇന്ത്യയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഈ ഒരു ആക്രമണം ഇന്നലെ തന്നെ ഇന്ത്യ ഈ ഒരു ആക്രമണങ്ങൾ നിരീക്ഷിച്ചു വരുന്നു. ഈ ഒരു സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു ഇന്ത്യ. അതുപോലെ ഇന്നലെ ഇന്ത്യയുടെ നിലപാടെന്ന് പറയുന്നത് ഒരു പക്ഷം പിടിക്കാതെയായിരുന്നു ഇന്ത്യയുടെ നിലപാടെന്ന് പറയുന്നത്. അതായത് ഇരു രാജ്യങ്ങളും സംയമനം പാലിക്കണം എന്നുള്ളൊരു കാര്യമാണ് ഇന്ത്യ ഇന്നലെ പ്രസ്താവിച്ചിട്ടുണ്ടായിരുന്നത്. എല്ലാ രാജ്യങ്ങളും പരമാധികാരവും അഖണ്ഡതയും സംരക്ഷിക്കണം എന്നുള്ളൊരു കാര്യമായിരുന്നു ഇന്ത്യ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതിനായി ചർച്ചയിലൂടെ വിഷയങ്ങൾ പരിഹരിക്കണം എന്നായിരുന്നു ഇന്ത്യയുടെ നിർദ്ദേശമുണ്ടായിരുന്നത്. ഇപ്പോഴും ഇന്ത്യ സ്ഥിതിഗതികൾ വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ ഈ ഒരു ആക്രമണം അടക്കം നിരീക്ഷിച്ചു വരികയാണ്. ഇന്നലെ 7 വിദേശകാര്യ മന്ത്രിയുമായി S ജയശങ്കർ സംസാരിച്ചിരുന്നു. അതിൽ ആദ്യം സംസാരിച്ചിരുന്നത് ഇസ്രയേൽ വിദേശകാര്യ മന്ത്രിയുമായിരുന്നു ആദ്യം ഒരു സംസാരമുണ്ടായിരുന്നത്. അതിൽ പ്രശ്നങ്ങൾ ചർച്ചയിലൂടെ തീർപ്പാക്കണം എന്നുള്ള നിലയിലായിരുന്നു ഈ ഒരു S ജയശങ്കർ ഇസ്രയേൽ വിദേശകാര്യ മന്ത്രിയോട് സംസാരിച്ചത്. പിന്നീട് ഇറാനുമായി സംസാരിച്ചു. അതുപോലെ ഗൾഫ് രാജ്യങ്ങളിലെ അടക്കം വിദേശകാര്യ മന്ത്രിയുമായി ഇത്തരത്തിലൊരു സംസാരം ഉണ്ടായിരുന്നു. എന്തായാലും ഈ ഒരു ആക്രമണത്തിൽ ഒരു പക്ഷം പിടിച്ചല്ല ഇന്ത്യ നിൽക്കുന്നത്. ഇരു രാജ്യങ്ങളോട് സംയമനം പാലിക്കണം എന്നുള്ളൊരു നിലപാടിലേക്കാണ് ഇന്ത്യ മാറിയത്. എന്തായാലും ആക്രമണം നിരീക്ഷിച്ചു വരികയാണ്. അതുപോലെ തന്നെ ഈ സൗദി ഭരണാധികാരി ഈ ഒരു ഇറാൻ്റെ തിരിച്ചടി എന്തായാലും ഈ ഗൾഫ് രാജ്യങ്ങളെ വല്ലാതെ അലട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സൗദി ഭരണാധികാരിയെ ട്രംപ് വിളിച്ച് ഇറാനെ തിരിച്ചടിക്കാനുള്ള എല്ലാ സപ്പോർട്ടുകളും എല്ലാ പിന്തുണയും അമേരിക്ക നൽകുമെന്നുള്ള രീതിയിലേക്കാണ് ആ ഒരു ഫോൺ വിളി ഉണ്ടായത്. എല്ലാ സപ്പോർട്ടുകളും എല്ലാ പിന്തുണയും ട്രംപ് നൽകുന്നതായിരിക്കും എന്നുള്ളൊരു കാര്യമായിരുന്നു ആ ഒരു ഫോൺ വിളിയിൽ ട്രംപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ ഒരു ആക്രമണത്തിലേക്ക് ഗൾഫ് രാജ്യങ്ങളെയും കൂടെ ഉൾപ്പെടുത്താവുന്ന ഒരു രീതിയിലായിരുന്നു ഈ ഒരു ട്രംപിൻ്റെ ആ ഒരു ഫോൺ വിളി എന്ന് പറയുന്നത്. അതുപോലെ മറ്റ് പുതിയ വിവരം എന്ന് പറഞ്ഞാൽ ടെഹ്റാനിലെ 2 സ്ഫോടനങ്ങൾ നടന്നതായും ഒരു റിപ്പോർട്ടുണ്ടായിരുന്നു. ടെഹ്റാനിൽ ഇപ്പോഴും സ്ഫോടനം നടക്കുന്നു എന്നുള്ളൊരു കാര്യമാണ് പുറത്തു വരുന്നത്. അത് 2 ഇടങ്ങളിലും കൂടെ സ്ഫോടനം നടന്നതായുള്ളൊരു റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. എന്തായാലും ഈ ഒരു ആക്രമണത്തിൽ ഏറ്റവും സുപ്രധാനമായ ഒരു വിവരം എന്ന് പറയുന്നത് ഈ ഒരു ഇറാൻ്റെ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖമനി കൊല്ലപ്പെട്ടു എന്നുള്ളൊരു വാർത്ത തന്നെയാണ് കാർത്തു. ഇസ്മി, അത് തന്നെയാണ് മറ്റൊരു റിപ്പോർട്ടുകളിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പ് തന്നെ തങ്ങളുടെ പോയിന്റ് ബ്ലാങ്കിലാണ് ഇറാൻ എന്ന് പലപ്പോഴും അമേരിക്കയും ഇസ്രയേലും പറഞ്ഞു വെക്കുമ്പോൾ തന്നെയും അതിനെയെല്ലാം തളരാതെ പ്രതിരോധിക്കുന്ന ഒരു നേതാവായിരുന്നു അലി ഖമനേയി എന്ന് പറയുന്നത്. ആ ഒരു നേതാവ് കൊല്ലപ്പെട്ടു എന്ന് പറയുമ്പോൾ ഇനി എന്തായിരിക്കാം ഇറാന്റെ നിലപാട്? എന്തായാലും ഇത്തരത്തിലൊരു പരമോന്നത നേതാവ് കൊല്ലപ്പെട്ടു എന്ന് പറയുമ്പോൾ ഇറാൻ എന്തായാലും അതിന് കൃത്യമായൊരു തിരിച്ചടി നൽകുമെന്ന് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. അതായത് ഇന്നലെ തന്നെ ഇറാൻ വ്യക്തമാക്കിയിരുന്നു, തല കുനിക്കില്ല എന്നാണ് ഇറാൻ വ്യക്തമാക്കിയൊരു കാര്യം. അതുകൊണ്ട് തന്നെ ഇതിനുള്ളൊരു കൃത്യമായൊരു തിരിച്ചടി എന്തായാലും ഇറാൻ തീർച്ചയായും നൽകുന്നതായിരിക്കും. ഈ ഒരു ആദ്യം ഇത്തരത്തിലൊരു ഖമനയുടെ വസതി തകർത്ത സമയത്തു തന്നെ ഖമനയെ സുരക്ഷിതമായി ഉള്ളൊരു സ്ഥലത്ത്, അത് ഇറാനിലെ പ്രസിഡന്റ് അടക്കം ഇവരെ സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് മാറ്റിയിട്ടുണ്ടെന്നുള്ളൊരു കാര്യമായിരുന്നു ഇറാൻ അറിയിച്ചിരുന്നത്. മാത്രമല്ല ഇറാൻ ഖമനയെ അടക്കമുള്ളവർ മാധ്യമങ്ങളെ കാണും, ഒരു വാർത്താ സമ്മേളനം ഉണ്ടാകും എന്നുള്ളൊരു കാര്യം കൂടെ അവിടെ പറഞ്ഞിരുന്നു. എന്നാൽ പിന്നീട് ഇന്നലെ പറഞ്ഞിരുന്നെങ്കിലും ഇത്രയും രാവിലെ ആയിട്ട് പോലും അത്തരത്തിലൊരു വാർത്താ സമ്മേളനമോ അല്ലെങ്കിൽ ഇവരെക്കുറിച്ചുള്ളൊരു വാർത്തകളോ ഉണ്ടായിരുന്നില്ല. പിന്നീടാണ് ഇന്ന് പുലർച്ചയോടെയാണ് ഇത്തരത്തിലൊരു ട്രംപ് സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിലൊരു പോസ്റ്റ് ഇടുകയും കൊല്ലപ്പെട്ടു എന്നുള്ളൊരു വാർത്ത സൂചന നൽകുകയും ചെയ്തത്. എന്തായാലും
അത്തരത്തിലൊരു വാർത്ത ഇന്ന് പുലർച്ചെയാണ് വന്നത്. അതാണ് ഇന്ന് രാവിലെ സ്ഥിരീകരിച്ചത്. എന്തായാലും ഈ ഒരു ഖമനയുടെ കൊല്ലപ്പെട്ടത് പ്രമാണിച്ചിട്ട് തുടർന്ന് സർക്കാർ 40 ദിവസത്തെ പൊതു ദുഃഖാചരണം പ്രഖ്യാപിച്ചതായി ഫാർസ് ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 7 ദിവസത്തെ പൊതു അവധികളും പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഒരു പുതിയ വിവരം എന്ന് പറയുന്നത്. 40 ദിവസത്തെ പൊതു ദുഃഖാചരണമാണ് ഈ ഖമനയുടെ കൊലപാതകത്തിൽ എന്തായാലും പ്രഖ്യാപിച്ചിട്ടുള്ളതെന്നാണ് ഫാർസ് ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഇറാൻ്റെ കൊലപാതകം ഇന്ന് കുറച്ച് അല്പം മുന്നെയാണ് ഈ ഒരു ഇറാൻ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും അതിന് പിന്നാലെ തന്നെ ഇപ്പോൾ 40 ദിവസത്തെ ഒരു പൊതു ദുഃഖാചരണം കൂടി ഈ ഒരു ഇറാൻ പ്രഖ്യാപിച്ചതായി, അതുപോലെ തന്നെ 7 ദിവസത്തെ പൊതു അവധി ദിനങ്ങളും പ്രഖ്യാപിച്ചതായാണ് ഇപ്പോൾ ലഭിക്കുന്ന ഒരു പുതിയ വിവരം എന്ന് പറയുന്നത്. വിസ്മി, അതുപോലെ തന്നെ ഈ ഖമനയെ കൊല്ലപ്പെട്ടു എന്നൊരു വാർത്ത ട്രംപ് ആദ്യം പുറത്ത് വിടുന്നു. അങ്ങനെ ഒരു അവകാശവാദം ട്രംപ് ഉന്നയിക്കുന്നു. അതിനുശേഷമാണ് ഇറാൻ അടക്കം അത് സ്ഥിരീകരിക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത്. അപ്പോൾ അതിനു മുമ്പ് തന്നെ ഇറാൻ തങ്ങളുടെ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ട്രൂത്ത് സോഷ്യലിൽ ഒരു പോസ്റ്റ് പങ്കുവച്ചിരുന്നു. ഇതുവരെ കണ്ടതല്ല, ഇനി കാണാനിരിക്കുന്നു എന്ന് പറഞ്ഞു വെക്കുന്ന തരത്തിലുള്ളതാണ് ഇറാൻ ട്രൂത്ത് സോഷ്യലിൽ പങ്കുവച്ച ആ പോസ്റ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. ഏറ്റവും പ്രധാനമായത് ഗൾഫ് മേഖലയിലേക്കുണ്ടായ തിരിച്ചടി തന്നെയാണ്. ആ ഒരു തിരിച്ചടി വ്യാപിപ്പിക്കുന്നു എന്ന കാര്യം നമ്മളെ ഏറെ ആശങ്കപ്പെടുത്തുന്ന ഒന്ന് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ നേരത്തെയും ഇറാന്റെ ഒരു പ്രത്യാക്രമണം എന്ന് പറയുന്നത് ഇതേ രീതിയിൽ തന്നെയായിരുന്നു നമ്മൾ നേരത്തെയും കണ്ടിട്ടുള്ളത്. ഈ അമേരിക്കയെ പ്രതിരോധത്തിലാക്കുക, അത് തന്നെയാണ് ഇറാന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. തങ്ങളുടെ നേതാവ് കൊല്ലപ്പെട്ടുവെങ്കിലും ഇനിയും ആ ഒരു പ്രത്യാക്രമണം തുടരാൻ തന്നെ ആയിരിക്കില്ലേ ഇറാൻ സേനയുടെ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു നീക്കത്തിലേക്ക് എത്താനുള്ള നിലപാടുകൾ സ്വീകരിക്കുക, അതിനായുള്ള കാര്യങ്ങൾ ഒരുക്കുക എന്ന രീതിയിലേക്കായിരിക്കില്ലേ ഇറാൻ ഇനിയും കടക്കുക? തീർച്ചയായും കാർത്തു, അങ്ങനെ തന്നെ കരുതണം. കാരണം ഇന്നലെ തന്നെ ഇറാനിൽ ആക്രമണം ഉണ്ടായത്, അതായത് ടെഹ്റാനിലാണ് ആദ്യം ഒരു ആക്രമണം ഉണ്ടായത്. അതിന് പിന്നാലെ തന്നെയുള്ളൊരു വലിയൊരു തിരിച്ചടിയായിരുന്നു ഇറാൻ നൽകിയിരുന്നത്. ഇന്നലെ ബഹ്റൈനിലായിരുന്നു ഇറാൻ്റെ തിരിച്ചടിയുടെ തുടക്കം എന്ന് പറയുന്നത്. ബഹ്റൈനിൽ തുടങ്ങി പിന്നീട് ഒരു 6 ഗൾഫ് രാജ്യങ്ങൾ വിറങ്ങലടിച്ച് നിൽക്കുന്നൊരവസ്ഥയായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത്. അബുദാബിയിലടക്കം മരണം റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാലും അത്തരത്തിലൊരു തിരിച്ചടി അമേരിക്കയാണെങ്കിലും ഇസ്രയേൽ ആണെങ്കിലും പ്രതീക്ഷിച്ച് കാണില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. എന്നാലും ഇന്നലെ ഒരു ആക്രമണം തുടർന്ന് ഇത്തരത്തിലൊരു വലിയൊരു തിരിച്ചടി ഇറാൻ നൽകി. ഇപ്പോൾ ഇറാന്റെ പരമോന്നത നേതാവ് കൊല്ലപ്പെട്ട ഒരു രീതിയിലേക്ക് വരുമ്പോൾ എന്തായാലും വലിയൊരു തിരിച്ചടി തന്നെ ആയിരിക്കും ഇറാൻ നൽകുക എന്ന് പറയുന്നത്. ആദ്യം ഈ ഒരു ട്രംപ് തൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്തിൽ ഇത്തരത്തിൽ ഖമനയെ കൊല്ലപ്പെട്ടു എന്നുള്ള രീതിയിൽ പോസ്റ്റ് ഇട്ടതിന് പിന്നാലെ ഇതൊരു മാനസിക യുദ്ധമായിരുന്നു എന്നാണ് ഈ ഒരു ഖമനയുടെ ഓഫീസ് ഇതിനെ വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് ഇറാൻ ആ ഒരു ഇസ്രയേലിൻ്റെയും അതുപോലെ തന്നെ ട്രംപിൻ്റെയും ഈ കൊല്ലപ്പെട്ടു എന്നുള്ളൊരു വാർത്തയെ പാടെ തള്ളിയ രീതിയിലായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. കാർത്തു പറഞ്ഞ പോലെ തന്നെ ഇറാൻ്റെ ആ ഒരു പേജിൽ ഈ ഒരു ഖമനയുടെ അടക്കം വീഡിയോ പുറത്തു വന്നിരുന്നു. അതായത് ഖമനയെ കൊല്ലപ്പെട്ടില്ല എന്നുള്ള രീതിയിലായിരുന്നു ആ ഒരു വീഡിയോ ആദ്യം ഉണ്ടായിരുന്നത്. ഇമാം അലിയുടെ നാമത്തിൽ നിന്ന് ഖമനയെ തിരിച്ചടിയുടെ സൂചന നൽകിയായിരുന്നു ആ ഒരു വീഡിയോ ആദ്യം പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല ഈ ഒരു അഭിമുഖത്തിൽ, അതായത് ഈ ഒരു അഭിമുഖത്തിൽ ഈ ഒരു ഇറാൻ്റെ പരമോന്നത നേതാവും അതുപോലെ തന്നെ ഇറാൻ പ്രസിഡന്റ്, സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ സെക്രട്ടറി, പാർലമെന്റ് സ്പീക്കർ എന്നിവരെല്ലാം ജീവിച്ചിരിപ്പുണ്ട് എന്നാണ് ഇറാൻ വിദേശകാര്യ മന്ത്രി ഇന്നലെ കൊടുത്തൊരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവരൊക്കെ സംരക്ഷിച്ച അല്ലെങ്കിൽ അവർ സുരക്ഷിതരായ ഒരു സ്ഥലത്തുണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളടക്കമായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തായാലും ആ ഒരു കാര്യം ഇന്നാണിപ്പോൾ ഇറാനിയൻ മാധ്യമങ്ങൾ പുറത്തുവിടുന്ന, അതായത് ഈ ഒരു ഖമനയെ കൊല്ലപ്പെട്ടു എന്നുള്ളൊരു കാര്യം. എന്തായാലും ശക്തമായ തിരിച്ചടി, നേരത്തെ ഇട്ട പോസ്റ്റിൽ തന്നെ ശക്തമായി തിരിച്ചടിക്കും എന്നുള്ളൊരു കാര്യമായിരുന്നു പറഞ്ഞിരുന്നത്. എന്തായാലും അത്തരത്തിൽ പോസ്റ്റ് ഇട്ടതുപോലെ തന്നെ ശക്തമായൊരു തിരിച്ചടി തന്നെ ഉണ്ടാവണം എന്ന് വേണം നമ്മൾ കരുതാൻ. അതെന്തായാലും ഗൾഫ് രാജ്യങ്ങൾ വഴി തന്നെ ആയിരിക്കണം ഈ ഒരു തിരിച്ചടി ഉണ്ടാവുക. ഇപ്പോൾ തന്നെ ഗൾഫിലെ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങൾ അടക്കം
കേന്ദ്രീകരിച്ചാണ് ഇവരുടെ ഒരു ആക്രമണം എന്ന് പറയുന്നത്. അതായത് ആദ്യം US സൈനിക താവളങ്ങൾ കേന്ദ്രമിട്ടാണ് ഇവരുടെ ആക്രമണം തുടർന്നിരുന്നെങ്കിൽ പിന്നീട് ഇപ്പോൾ ഇവർ ജനവാസ മേഖലയിലേക്കാണ് ഇറങ്ങിയിരിക്കുന്നത്. അതായത് വിമാനത്താവളങ്ങൾ അടക്കം കേന്ദ്രീകരിച്ച് ഉള്ളൊരു തുറമുഖങ്ങൾ അടക്കം കേന്ദ്രീകരിച്ചുള്ള ആക്രമണമാണ്. അതായത് താവളങ്ങൾ തുറമുഖം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും അത്തരത്തിൽ കേന്ദ്രീകരിച്ച് ആക്രമണം നടത്തുമ്പോൾ അതെന്തായാലും ഗൾഫ് രാജ്യങ്ങളടക്കം സമ്മർദ്ദത്തിലാക്കുകയാണ്. മാത്രമല്ല നമുക്കറിയാവുന്ന പോലെ ഗൾഫ് രാജ്യങ്ങൾ എന്ന് പറയുമ്പോൾ ഏറെ ഇന്ത്യക്കാരടക്കം, അതായത് പല രാജ്യങ്ങളിൽ നിന്ന് ഉള്ള ആൾക്കാരാണ് ഈ ഒരു ഗൾഫ് രാജ്യങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് എല്ലാ രാജ്യങ്ങളെയും ഒരു സമ്മർദ്ദത്തിലാക്കുന്ന രീതിയിലാണ് ഈ ഒരു ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെയുള്ള ആക്രമണം എന്ന് പറയുന്നത്. എന്തായാലും ഖമനേയി കൊല്ലപ്പെട്ടു എന്നുള്ളൊരു വാർത്ത ഇറാൻ മാധ്യമങ്ങളടക്കം സ്ഥിരീകരിക്കുമ്പോൾ ഇനി ഇറാൻ്റെ തിരിച്ചടി എങ്ങനെ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ നമ്മൾ ആശങ്കപ്പെടേണ്ടതുണ്ട്. എന്തായാലും ഈ ഒരു ഗൾഫ് രാജ്യങ്ങൾ വഴി തന്നെയാണ് ഇത്തരത്തിലുള്ള ആക്രമണമെങ്കിൽ ഇത് ഈ ഒരു ആക്രമണം ഗൾഫ് രാജ്യങ്ങളും കൂടി ഇതിൽ ഉൾപ്പെട്ടേക്കാം എന്നുള്ളൊരു സ്ഥിതിയിലേക്കും കൂടെ വരികയാണ് കാർത്തു. അതുപോലെ തന്നെ നമ്മൾ നോക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് വിസ്മയ. ഇറാനെ സംബന്ധിച്ച് വലിയൊരു ആണവ സംവിധാനം തന്നെ ഭൂമിക്കടിയിൽ ഉണ്ട് എന്നൊരു വാദമായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടക്കം പറയുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നത്. അത് തന്നെയാണ് അമേരിക്ക ഭയപ്പെടുന്നതും. അങ്ങനെയാണെങ്കിൽ ഇറാൻ മറ്റൊരു തലത്തിലേക്ക് കാര്യങ്ങൾ നീക്കുമോ ഈ ഒരു സമയത്ത്? നമ്മൾക്ക് അങ്ങനെയും പറയാൻ കഴിയും. അതായത് മറ്റൊരു തലത്തിലേക്ക് ഇറാൻ ഇനി എങ്ങനെയാണ് ഇറാൻ്റെ തിരിച്ചടി ഉണ്ടാവുക എന്നുള്ളൊരു കാര്യത്തിൽ നമ്മൾ ആശങ്കപ്പെടേണ്ടതുണ്ട്. ഈ ഗൾഫ് രാജ്യങ്ങൾ വഴിയാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വഴിയാണോ എന്നുള്ളൊരു കാര്യം നമ്മൾ ആശങ്കപ്പെടേണ്ട കാര്യം തന്നെയാണ്. ലോകത്തിൽ തന്നെ സൈനിക ശക്തിയിൽ 15ാമതാണ് ഇറാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഉറപ്പായും അതിൻ്റെ തിരിച്ചടിയിൽ ചെറിയൊരു രീതിയിലെങ്കിലും ഈ അമേരിക്കയും ഇസ്രയേലും ആശങ്കപ്പെട്ട് കാണണം. എന്തായാലും ഇപ്പോൾ നിലവിൽ ഇവരുടെ തിരിച്ചടി ഖമനേയി കൊല്ലപ്പെട്ട സംബന്ധിച്ചുള്ള ഒരു കാര്യങ്ങളോ ഒരു തിരിച്ചടിയോ ആക്രമണമോ ഇപ്പോൾ നിലവിലൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്തായാലും ഇവരുടെ ഈ ഒരു ഇറാൻ്റെ തിരിച്ചടിയിൽ എന്തായാലും ഈ ഒരു രാജ്യങ്ങൾ, അതായത് ഇസ്രയേൽ അടക്കമുള്ള അമേരിക്ക അതുപോലെ തന്നെ ഗൾഫ് രാജ്യങ്ങളടക്കം ആശങ്കപ്പെടേണ്ടത് തന്നെയുണ്ട്. അതുപോലെ തന്നെ ഇന്നലെ തുടക്കം മുതൽ തന്നെ ഇസ്രയേൽ ശ്രമിച്ചത് ഇറാന്റെ ആശയവിനിമയ സംവിധാനങ്ങളെയും അതുപോലെ തന്നെ സൈനിക സംവിധാനങ്ങൾക്കൊപ്പം സാങ്കേതിക സംവിധാനങ്ങളും തകർക്കുക എന്നൊരു ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നു ഇസ്രയേലിന്റെ ആദ്യ ആക്രമണങ്ങൾ ഇറാനിൽ ഉണ്ടാകുന്നത്. അതിന് സാധിച്ചു എന്ന് തന്നെയാണ് ഇസ്രയേലും അവകാശപ്പെടുന്നത്. ഇറാന്റെ പരമോന്നത നേതാവിനെ അടക്കം കൊലപ്പെടുത്തുന്നു എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി. ഈ ഇറാനിൽ സംഭവിച്ച ഈ ആക്രമണത്തിന്റെ അടക്കം വ്യാപ്തി സംഭവിച്ച കൂടുതൽ വിവരങ്ങൾ ആദ്യ മണിക്കൂറുകളിൽ പുറത്തു വരാതിരുന്നതും അതുപോലെ തന്നെ ആയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടത് എന്നൊരു വാർത്ത ആദ്യം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പങ്കുവെക്കുന്നതുമൊക്കെ ഇതിന്റെ മുന്നോടിയായുള്ള കാര്യങ്ങളായിരിക്കില്ലേ? അതെ, ഈ ഇറാനിലെ ഇൻ്റർനെറ്റിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ഇറാനിലെ ഇൻ്റർനെറ്റ് താറുമാറായി കഴിഞ്ഞിരിക്കുകയാണ്. അതിൽ ഇന്നലെ തന്നെ ഈ ഒരു അമേരിക്കയുടെ സൈബർ ആക്രമണത്തെ തുടർന്ന് ഇറാനിലെ ഇൻ്റർനെറ്റ് താറുമാറായി എന്നുള്ളൊരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇറാനിൽ നിന്ന് പല വാർത്തകളും പുറത്തു വരുന്നില്ല. അതിൽ ചില മീഡിയകൾ പുറത്തുവിടുന്ന വാർത്തകൾ മാത്രമാണ് ഇറാനിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. ഇറാനിലെ ഇൻ്റർനെറ്റ് ഇന്നലെ തന്നെ ഒരു സൈബർ ആക്രമണം, അമേരിക്കയുടെ ഭാഗത്ത് നിന്നൊരു സൈബർ ആക്രമണം ഉണ്ടായിരുന്നു. അതിൽ തന്നെ ഇറാനിലെ ഇൻ്റർനെറ്റ് താറുമാറാവുകയും ഈ ആശയവിനിമയം നടത്താനുള്ളൊരു വഴി അല്ലെങ്കിൽ ഒരു ആശയവിനിമയം നടത്താനുള്ളൊരു കാര്യങ്ങളൊന്നും ഇറാനിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന വാർത്തകൾ മാത്രമായിരുന്നു നമുക്ക് ലഭിച്ചുകൊണ്ടിരുന്നത്. അതിനാൽ തന്നെ ആയിരിക്കണം ഈ ഒരു ഖമനേയുടെ കൊല്ലപ്പെട്ട വിവരങ്ങളടക്കം ഈ ഒരു ഇറാൻ മാധ്യമങ്ങൾ സ്ഥിരീകരിച്ച് ഈ ഒരു വാർത്ത പുറത്തെത്താൻ വൈകിയെന്നും വേണം വിചാരിക്കാൻ. ആദ്യം ഈ ഒരു വാർത്ത പുറത്തുവിട്ടത് ട്രംപ് തന്നെയാണ്, ട്രംപിൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ. പക്ഷേ എന്നിരുന്നാൽ പോലും ഇറാൻ മാധ്യമങ്ങൾ ആ ഒരു സമയത്ത് ഈ ഒരു വാർത്ത തള്ളുകയായിരുന്നു. ഇത്തരത്തിൽ ഇതൊരു മാനസിക യുദ്ധം എന്ന് വിളിച്ച് ഈ ഒരു വാർത്തയെ പാടെ തള്ളുകയായിരുന്നു. മാത്രമല്ല ഈ ഒരു ഖമനേയുടെ എക്സിലൊരു പോസ്റ്റും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇമാം അലിയുടെ നാമത്തിൽ എന്ന് പറഞ്ഞാൽ തിരിച്ചടിക്കുമെന്നുള്ളൊരു
പോസ്റ്റും കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്തായാലും ഇറാൻ്റെ നിലവിലെ അവസ്ഥ എന്ന് പറയുന്നത് ഇറാനിൽ ഇൻ്റർനെറ്റ് താറുമാറായിരിക്കുകയാണ്. അവിടെ ആശയവിനിമയം നടത്താനുള്ളൊരു വഴി എന്തായാലും ഈ ഒരു അമേരിക്കയുടെ സൈബർ ആക്രമണം വഴി തടസ്സപ്പെട്ടിരിക്കുകയാണ്. നിലവിൽ ഇറാനിൽ നിന്ന് വാർത്ത ലഭിക്കുന്നത് ചില മാധ്യമങ്ങൾ പുറത്തുവിടുന്ന വാർത്തകൾ മാത്രമാണ് നമുക്ക് ലഭിക്കുന്നത്. അതിലെ ആക്രമണങ്ങളടക്കം ഏതൊക്കെ സ്ഥലത്ത് ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതുപോലെ എത്ര പേർ കൊല്ലപ്പെട്ടു, ഇത്തരത്തിലുള്ളൊരു വാർത്തകൾ ലഭിക്കാൻ എന്തായാലും അല്പസമയം എടുക്കുമെന്ന് തന്നെ വേണം കരുതാൻ. കാരണം ഈ ഒരു ഇൻ്റർനെറ്റ് താറുമാറായതുകൊണ്ട് തന്നെ ഇതിലെ ഒരു ഇറാനിൽ നിന്നുള്ള ഒരു വാർത്തകൾ പുറത്തു വരാനുള്ളൊരു കാലതാമസം എന്തായാലും എടുക്കും കാർത്തും. അതുപോലെ തന്നെ വിസ്മയ, ഇന്നലെ ഒരു അഭിമുഖത്തിലടക്കം ഇറാനിൽ ഒരു പ്രത്യേക പദവിയിലിരിക്കുന്ന ഒരു വ്യക്തിയുടെ ഒരു അഭിമുഖത്തിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. അതിൽ പറയുന്നത് ഇതാണ്: ഇറാൻ ചതിക്കപ്പെടുകയായിരുന്നു എന്നതാണ്. അപ്പോൾ ഈ ഒരു ചതിക്കപ്പെട്ട സ്ഥിതിക്ക് ഇനി പ്രതിരോധിക്കുക എന്നുള്ളത് മാത്രമാണ് തങ്ങളുടെ മുന്നിലുള്ള ഏക മാർഗം, അല്ലെങ്കിൽ അതാണ് വഴി, അതുതന്നെയാണ് ഞങ്ങൾ ചെയ്യുന്നത് എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ തന്നെ ഇനി പ്രതിരോധം എന്നൊരു വഴി മാത്രമാണോ ഇറാന് മുന്നിലുള്ളത്? തീർച്ചയായും പ്രതിരോധിക്കുക, തിരിച്ചടിക്കുക. അത് ഇന്നലെ തന്നെ ഇറാൻ വ്യക്തമാക്കിയിരുന്നു. ഇത്തരത്തിലൊരു ആക്രമണത്തിൽ തല കുനിക്കില്ല എന്നുള്ളൊരു രീതിയിലായിരുന്നു ഇന്നലെ ഇറാൻ്റെ പ്രതികരണം എന്ന് പറയുന്നത്. അതായത് ആക്രമണം ആയിരുന്നു എന്നായിരുന്നു ഇറാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ആക്രമണം ഏകപക്ഷീയമാണ്, പക്ഷെ തല കുനിക്കില്ല, തിരിച്ചടിക്കും എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു ഇന്നലെ ഇറാൻ്റെ ഒരു പ്രതികരണം എന്ന് പറയുന്നത്. ഈ ഒരു അൽ ജസീറ ചാനലിലെ തൊഹിദ് സാദിക്ക് അനുവദിച്ച ഒരു അഭിമുഖത്തിലാണ് ഇറാൻ ദേശീയ വക്തായ ഇസ്മയിൽ ബക്ഷി ആണ് ആ ഒരു അഭിമുഖത്തിൽ പങ്കുചേർന്നിട്ടുണ്ടായിരുന്നത്. അതായത് ആ ഒരു അഭിമുഖത്തിലാണ് ഈ ഒരു കൊല്ലപ്പെട്ടവരുടെ റിപ്പോർട്ട് അടക്കം പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നത്. ഒറ്റ ദിവസത്തിനിടെ 201 പേർ കൊല്ലപ്പെട്ടതായും അതുപോലെ തന്നെ 747 പേർക്ക് പരിക്കേറ്റതായും 24 പ്രവിശ്യകളിൽ ഇസ്രായേൽ ആക്രമണം നടന്നതായും അടക്കമുള്ള റിപ്പോർട്ടുകൾ ആ ഒരു അഭിമുഖത്തിലായിരുന്നു പുറത്തുവിട്ടിരുന്നത്. ആ അഭിമുഖത്തിൻ്റെ ഈ ഒരു റിപ്പോർട്ടുകൾ പുറത്തുവിട്ടതിന് പിന്നാലെ തന്നെ ഇദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് സ്വന്തം രാജ്യത്തിൻ്റെ അവകാശവും പരമാധികാരവും പ്രതിരോധിക്കാനുള്ളതാണ് ഈ പോരാട്ടം എന്നുള്ള നിലയിലായിരുന്നു ആ ഒരു ഇസ്മയിൽ ബക്ഷി എന്ന് പറയുന്ന അദ്ദേഹം ആ ഒരു അഭിമുഖത്തിൽ വ്യക്തമാക്കിയത്. ആ ഒരു കാര്യത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇറാൻ എന്തായാലും തല കുനിക്കില്ല, ഇനി എന്തായാലും തിരിച്ചടിക്കാനുള്ള ഒരു നീക്കം തന്നെയാണ് ഇറാൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ ഒരു അഭിമുഖത്തിൽ തന്നെയാണ് ഈ ട്രംപിൻ്റെ ഈ ട്രൂത്ത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിന്നുള്ള പോസ്റ്റ് ഒരു മാനസിക യുദ്ധത്തിൻ്റെ ഭാഗമാണെന്നും ഈ ഒരു വാർത്തകൾ തള്ളുകയാണെന്നുള്ളൊരു കാര്യമടക്കം ഈ ഒരു ഇതിൽ തന്നെയാണ്, ഈ ഒരു അഭിമുഖത്തിൽ തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. എന്തായാലും ഇന്നലെ തന്നെ ഇറാൻ പറഞ്ഞിരുന്നു ഇതൊരു ഏകപക്ഷീയമായ ഒരു ആക്രമണമാണ് നടന്നിരിക്കുന്നത്. അതായത് ഇസ്രയേലും അമേരിക്കയും കൂട്ടുചേർന്ന് ഇറാന് നേരെയുള്ള ഒരു ഏകപക്ഷീയമായ ആക്രമണമാണ്, തല കുനിക്കില്ല എന്നുള്ളൊരു കാര്യങ്ങൾ അടക്കമായിരുന്നു ഇറാൻ പറഞ്ഞത്. എന്തായാലും ഇറാൻ ഐക്യരാഷ്ട്രസഭ ഇടപെടണമെന്ന് പറഞ്ഞ് ഇറാനായിരുന്നു സുരക്ഷാ സമിതിക്ക് ഇറാൻ വിദേശകാര്യമന്ത്രി കത്തെഴുതിയിരുന്നു. എന്തായാലും ഐക്യരാഷ്ട്രസഭ യോഗം ഇന്നലെ ചേർന്നിരുന്നു. പക്ഷേ ആ യോഗത്തിൽ ഈ പറഞ്ഞ പോലെ ഇരു രാജ്യങ്ങളും സമീപനം പാലിക്കണം എന്നുള്ള നിലയിലായിരുന്നു ആ ഒരു ഐക്യരാഷ്ട്രസഭ യോഗത്തിൽ തീരുമാനമെടുത്തിരുന്നത്. എന്തായാലും നിലവിൽ ആ ഒരു അഭിമുഖത്തിൽ പറഞ്ഞ പോലെ തന്നെ തിരിച്ചടി എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് കാർത്തു. ശരി, ഇസ്രയേൽ US ആക്രമണങ്ങളിൽ ഇറാന്റെ പരമോന്നത നേതാവ് ആയുത്ത അലി ഖമനേയി കൊല്ലപ്പെട്ടതായി ഇറാൻ മാധ്യമങ്ങൾ ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നു എന്നൊരു വാർത്തയാണ് ഈ പകൽ വെളുക്കുമ്പോൾ നമുക്ക് പങ്കുവയ്ക്കാനുള്ളത്. ഇതിനെ തുടർന്ന് രാജ്യത്ത് 40 ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണം അടക്കം പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. എന്തായാലും ഖമനേയി കൊല്ലപ്പെട്ടു എന്ന ട്രംപ് ആദ്യം അറിയിക്കുന്നു. അതിനുശേഷം എന്തായാലും അത് അത്രയധികം വിശ്വസനീയമല്ലാത്ത ഒരു വാർത്തയായി നമ്മൾ കണ്ടു. എന്നാൽ ഇപ്പോൾ ഇറാൻ മാധ്യമങ്ങളടക്കം അത് ഔദ്യോഗികമായി സ്ഥിരീകരിക്കുകയാണ്. ഇറാന്റെ എക്കാലത്തെയും പരമോന്നത നേതാവായ അലി ഖമേനി കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നൊരു വിവരം ഈ മണിക്കൂറിൽ നമ്മൾ പങ്കുവയ്ക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ റിപ്പോർട്ടുകൾ പങ്കുവയ്ക്കാനുണ്ട്, കൂടുതൽ വാർത്തകൾ നൽകാനുണ്ട്. ഇപ്പോൾ ഒരു ഇടവേള. അനിവാക്രമണത്തിൽ ഇറാന്റെ പരമോന്നത നേതാവ് അലി ഖമേനി കൊല്ലപ്പെട്ടിരിക്കുന്നു. ഖമേനിയുടെ മരണം സ്ഥിരീകരിച്ചിരിക്കുകയാണ് ഇറാൻ മാധ്യമങ്ങൾ. ഇറാനിൽ 40 ദിവസം ഔദ്യോഗിക ദുഃഖാചരണവും 7 ദിവസം പൊതു അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഖമേനിയുടെ മകളും മരുമകനും പേരക്കുട്ടികളും കൊല്ലപ്പെട്ടു. വിവരങ്ങളുമായി രാജേഷ് ശ്രീനിവാസൻ കൂടി ചേരുകയാണ്.
രാജേഷ്, എന്തായാലും ഇറാന്റെ പരമോന്നത നേതാവ്, അല്ലെങ്കിൽ ആദ്യം തന്നെ ഇസ്രയേലും അമേരിക്കയും ലക്ഷ്യം വെച്ച ആൾ തന്നെ കൊല്ലപ്പെട്ടിരിക്കുന്നു. ഈ ഒരു വാർത്ത ഈ നിമിഷം പുറത്തു വരുമ്പോൾ ഒരു ചോദ്യം അവശേഷിക്കുകയാണ്. എപ്പോഴാണ് ഈ ഖമേനി കൊല്ലപ്പെടുന്നത്? ആദ്യ ആക്രമണം ഉണ്ടായപ്പോൾ തന്നെ ഖമേനിയുടെ മരണം ഇറാൻ സ്ഥിരീകരിച്ചു, അല്ലെങ്കിൽ ഔദ്യോഗികമല്ല അനൗദ്യോഗികമായി സ്ഥിരീകരിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം ഇദ്ദേഹത്തിൻ്റെ വസതിയിലേക്ക് നടന്ന, അല്ലെങ്കിൽ ഓഫീസിലേക്ക് നടന്ന ഈ ആക്രമണത്തിലാണ് ഇദ്ദേഹം കൊല്ലപ്പെട്ടതെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു വിവരം. എന്തായാലും ഇറാൻ്റെ 35 വർഷത്തിലധികമായി ഇറാനെ ഭരിച്ച ഇറാൻ്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നൊരു ഔദ്യോഗിക സ്ഥിരീകരണമാണ് ഇപ്പോൾ ഇറാൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. ഇറാൻ്റെ ഔദ്യോഗിക വാർത്താ ചാനലിലൂടെയാണ് ഇക്കാര്യം പുറത്തു വന്നത്. ഇതിൽ 40 ദിവസം ദുഃഖാചരണം പ്രഖ്യാപിച്ചിട്ടുണ്ട്, 7 ദിവസം അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. 86 വയസ്സുള്ള നേതാവ് കഴിഞ്ഞ 35 വർഷക്കാലം അധികമായി ഇറാനെ ഭരിച്ചിരുന്ന ഒരു നേതാവായിരുന്നു. ഈ ഇറാൻ സർക്കാർ, അല്ലെങ്കിൽ ഇറാൻ എന്ന് ജനാധിപത്യത്തിലേക്കോ അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിലേക്കോ കടന്നു അന്ന് അതിന് തടയിടുന്ന, അല്ലെങ്കിൽ അതിനെ ധിക്കരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു നേതാവും കൂടിയായിരുന്നു ഈ ആയത്തുള്ള അലി ഖമേനി എന്ന് പറയുന്നിരിക്കുന്നത്. ഈ സ്ത്രീകൾക്കടക്കം സ്വാതന്ത്ര്യത്തിന് ഒരു തടയിടുന്ന ഒരു നിലപാട് സ്വീകരിക്കുന്ന ഒരു നേതാവ് കൂടിയാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടത്. രാവിലെയോടെയായിരുന്നു അമേരിക്കൻ പ്രസിഡന്റായിട്ടുള്ള ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇതുപോലൊരു ഖമേനി കൊല്ലപ്പെട്ടെന്നൊരു വാർത്ത പുറത്തുവിട്ടത്. തൊട്ടു പിന്നാലെ ഇതിൽ ഈ വാർത്തയെ തള്ളുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഖമേനി കൊല്ലപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ ഇതൊരു മനോവീര്യം തകർക്കാനുള്ള ശ്രമമാണ് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെ ഭാഗത്ത് ഉണ്ടാകുന്നത് എന്നാണ് ഇപ്പോൾ ഇറാൻ പ്രതികരിച്ചത്. എന്നാൽ ഇപ്പോൾ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം വന്നിരിക്കുകയാണ്. 86 വയസ്സുള്ള, കഴിഞ്ഞ 35 വർഷക്കാലധികമായി ഇറാനെ ഭരിച്ച ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടിട്ടുണ്ട്. 40 ദിവസം ഇപ്പോൾ ദുഃഖാചരണം പ്രഖ്യാപിച്ചിരിക്കുന്നു, 7 ദിവസം ഒരു അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ വിപ്ലവ സേനയുടെ തലവനും കഴിഞ്ഞ ദിവസം നടന്ന അമേരിക്ക ഇസ്രായേൽ സംയുക്ത ആക്രമണത്തിൽ വിപ്ലവ സേനയുടെ തലവനും കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഏകദേശം 5 ലക്ഷത്തിലധികം വരുന്ന വിപ്ലവ സേനയുടെ തലവനാണ് നിലവിൽ ഇപ്പോൾ കൊല്ലപ്പെട്ടിട്ടുള്ളത്. 1989 മുതൽ ഇറാന്റെ പ്രസിഡന്റ് ആയിരിക്കെയാണ് ആയത്തുള്ള ഖമേനി പരമോന്നത നേതാവിലേക്ക് ഉയർന്നത്. 1981-ലാണ് ഇറാന്റെ പ്രസിഡന്റായി ആയത്തുള്ള ഖമേനി അധികാരമേറ്റത്. 35 വർഷമായി ഇറാനെ ഭരിച്ചിരുന്നു. ഇറാൻ എന്ന് ജനാധിപത്യത്തിലേക്കോ അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നുവോ, അല്ലെങ്കിൽ അതിനുള്ള പ്രതിഷേധങ്ങൾ ജനങ്ങൾ തെരുവിലിറങ്ങുന്നുവോ, അതെല്ലാം അടിച്ചേൽപ്പിച്ച ഒരു പ്രധാനപ്പെട്ട നേതാവാണ് നിലവിൽ ഇപ്പോൾ കൊല്ലപ്പെട്ടിട്ടുള്ളത്. ഈ കൊല്ലപ്പെട്ട ഖമേനി കഴിഞ്ഞ 35 വർഷക്കാലത്തിലധികമായി ഈ സ്വാതന്ത്ര്യത്തെയും, അല്ലെങ്കിൽ ഈ ഇറാൻ എന്നൊരു ജനാധിപത്യത്തിലേക്ക് കടക്കുന്നു അതിനെ തടയിടാൻ ശ്രമിച്ചൊരു നേതാവാണ്. അതുകൊണ്ട് തന്നെ ഇറാൻ്റെ ഈ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ ഈ ഇറാൻ്റെ ഉള്ളിലെ, അല്ലെങ്കിൽ ഇറാനിൽ നിന്നുള്ള സേനകൾ, അല്ലെങ്കിൽ ജനാധിപത്യത്തിനെ മുറവിളി കേട്ടു, അല്ലെങ്കിൽ ജനാധിപത്യത്തിന് വേണ്ടി പ്രതിഷേധിക്കുന്ന ആളുകൾ തെരുവിലേക്ക് ഇറങ്ങുന്നൊരു സാഹചര്യം നിലവിൽ ഇപ്പോൾ ഉണ്ട്. കഴിഞ്ഞ ദിവസം നടന്ന ആക്രമണത്തിലാണ്, അല്ലെങ്കിൽ ഇറാൻ്റെയും അമേരിക്കയുടെയും സംയുക്ത ആക്രമണത്തിലാണ് ഖമേനി കൊല്ലപ്പെട്ടത് എന്നാണ് ലഭിക്കുന്ന വിവരം. ഇറാൻ്റെ സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുന്ന, അല്ലെങ്കിൽ എടുത്തിരുന്ന മറ്റ് 3 പ്രധാനപ്പെട്ട തലവന്മാരും കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. ഈ ആയത്തുള്ള അലി ഖമേനി മരിച്ചത് പിന്നാലെ, അല്ലെങ്കിൽ കൊല്ലപ്പെട്ടതിന് പിന്നാലെ ഇനി എന്തായിരിക്കും ഇറാൻ്റെ ഭരണകൂടത്തിൽ സംഭവിക്കുക എന്നതും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഈ 3 പ്രധാനപ്പെട്ട പിന്തുടർച്ച അവകാശികളായിരുന്നു ഖമേനി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇതിൽ ആരെങ്കിലും ഒരാളും ഈ സ്ഥാനത്ത് ഏറ്റെടുക്കുമോ എന്നതാണ് നിലവിൽ ഇപ്പോൾ പ്രധാനപ്പെട്ട ചോദ്യചിഹ്നം. അമേരിക്കയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യവും അത് തന്നെയായിരുന്നു, ഈ ഭരണമാറ്റം ഉണ്ടാക്കുക. ഈ 35 വർഷക്കാലം അധികമായി ഇറാനെ ഭരിച്ച നേതാവിനെ ഇല്ലാതാക്കുക, ഉന്മൂലനം ചെയ്യുക. അതിലൂടെ ഈ ഇറാനിലൊരു
ഭരണമാറ്റം കൊണ്ടുവരിക എന്ന് തന്നെയായിരുന്നു ട്രംപിൻ്റെയും അല്ലെങ്കിൽ ഈ സംയുക്ത ആക്രമണത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അതിലാണ് ഇപ്പോൾ തീരുമാനമായിട്ടുള്ളത്. 86 വയസ്സുള്ള ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടു എന്ന വാർത്ത നിലവിൽ ഇപ്പോൾ ഔദ്യോഗികമായി സ്ഥിരീകരിക്കുകയാണ് ഇറാന്റെ ഔദ്യോഗിക വാർത്താ ചാനലിലൂടെയാണ് ഇപ്പോൾ ഇതിലൊരു വിശദീകരണം വന്നിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ഇദ്ദേഹത്തിൻ്റെ വസതിയിലേക്കും കൊട്ടാരത്തിലേക്ക് അടക്കം നടന്ന ആക്രമണത്തിലായിരിക്കാം ഇദ്ദേഹം കൊല്ലപ്പെട്ടത് എന്നൊരു വാർത്ത കൂടി നിലവിൽ ഇപ്പോൾ പുറത്തു വരുന്നു. എന്തായാലും വിപ്ലവ സേനയുടെ തലവനടക്കം ഇതിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇനി ഇറാന്റെ ഭാഗത്തു നിന്ന് ഏതെല്ലാം രീതിയിലായിരിക്കും ഒരു തിരിച്ചടി അല്ലെങ്കിൽ പ്രതികരണം എന്തെല്ലാമായിരിക്കും? ഈ ഇറാനിലൊരു ഭരണമാറ്റം ഉണ്ടാക്കുമോ അല്ലെങ്കിൽ പൂർണ്ണമായ ആണവ ചർച്ചയ്ക്ക് ഇറാൻ തയ്യാറാകുമോ എന്നതും പ്രധാനപ്പെട്ട ഒരു ചോദ്യം ചിഹ്നമാണ്. അതേസമയം തന്നെ കഴിഞ്ഞ ദിവസം ഇന്ന് പുലർച്ചെയോടെ നടന്ന UN രക്ഷാസമിതി യോഗത്തിൽ ഇറാനെ പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യം കൂടി ഈ റഷ്യയുടെ ഭാഗത്തു നിന്നും ചൈനയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ഈ ഇറാന്റെ മേലുള്ള സംയുക്ത ആക്രമണം ഒരിക്കലും അംഗീകരിക്കാനാകില്ല എന്നാണ് റഷ്യ പറയുന്നത്. അതുപോലെ തന്നെ രാജ്യങ്ങൾ നിയമങ്ങൾ പാലിക്കണമെന്നാണ് ചൈന എടുത്ത നിലപാട്. ഇതിൽ ഈ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ഇപ്പോൾ ഇതിലൊരു പ്രതികരണം നിലവിൽ ഇപ്പോൾ വന്നിട്ടുണ്ട്. ഈ ചൈന പ്രധാനമായും ഈ രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധത്തിൽ നിയമങ്ങൾ പാലിക്കണമെന്നാണ് ചൈന അവകാശപ്പെടുന്നത്. അതേസമയം തന്നെ ഈ ഇസ്രയേലിൻ്റെയും അമേരിക്കയുടെയും സംയുക്ത ആക്രമണവും അതുപോലെ തന്നെ ഇറാന്റെ പ്രത്യാക്രമണവും ഒരിക്കലും അംഗീകരിക്കാനാകില്ല. അത് മറ്റൊരു രാജ്യങ്ങൾക്ക് നേരെയുള്ള കടന്നുകയറ്റവും അതുപോലെ തന്നെ മറ്റു രാജ്യങ്ങളെ സുരക്ഷയെ ബാധിക്കുന്ന കാര്യവും ഇതൊന്നും അംഗീകരിക്കാനാകില്ല എന്നാണ് റഷ്യ പറയുന്നത്. അതുപോലെ തന്നെ നിലവിൽ യുക്രൈൻ അടക്കമുള്ള രാജ്യങ്ങളും രംഗത്തെത്തിയിട്ടുണ്ട്. ഇറാന്റെ ഈ അവസ്ഥയ്ക്ക് കാരണം ഇറാൻ ഭരണകൂടം കാണിച്ചു കൊണ്ടിരിക്കുന്ന പിടിപ്പുകേടാണെന്നാണ് ഇപ്പോൾ യുക്രൈൻ പ്രതികരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. എന്നാലും ഇറാന്റെ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള അലി ഖമേനി ഇപ്പോൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നടന്ന ആക്രമണത്തിലാണ് അല്ലെങ്കിൽ ഇസ്രയേൽ ആക്രമണത്തിലാണ് ഇദ്ദേഹം കൊല്ലപ്പെട്ടത് എന്നതാണ് നിലവിൽ ഇപ്പോൾ ലഭിക്കുന്ന വിവരം. 86 വയസ്സുള്ള നേതാവ് പ്രധാനപ്പെട്ട നിഴൽ യുദ്ധത്തിൻ്റെ ഒരു നേതാവ് കൂടിയായിരുന്നു. ഇതിൽ പ്രധാനമായും ഈ ഇറാന്റെ ജനാധിപത്യത്തിലേക്ക് കടക്കുക അല്ലെങ്കിൽ ഇറാന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രതിഷേധിച്ച ആളുകളെ അടിച്ചമർത്തുന്ന ഒരു പ്രധാനപ്പെട്ട നേതാവ് കൂടിയായിരുന്നു ഇപ്പോൾ കൊല്ലപ്പെട്ടിട്ടുള്ളത്. അതുതന്നെയായിരുന്നു അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും പ്രധാനപ്പെട്ട ലക്ഷ്യം. രാജ്യത്ത് ഒരു ഭരണമാറ്റം കൊണ്ടുവരിക, അതുപോലെ അതിലൂടെ ഈ ആണവ ചർച്ചയിൽ നിന്ന് ഇറാൻ പ്രധാനമായും പിന്മാറുക എന്ന് തന്നെയായിരുന്നു ഈ സംയുക്ത ആക്രമണത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. എന്തായാലും 86 വയസ്സുള്ള ഇറാന്റെ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള അലി ഖമേനി ഇപ്പോൾ കൊല്ലപ്പെട്ടു എന്നൊരു ഔദ്യോഗിക സ്ഥിരീകരണം വരികയാണ് ഇറാന്റെ ഭാഗത്തു നിന്നും. ഇറാന്റെ ഔദ്യോഗിക വാർത്താ ചാനലിലൂടെയാണ് ഇപ്പോൾ നിലവിൽ ഒരു ഔദ്യോഗിക വിശദീകരണം വന്നിട്ടുള്ളത്. 40 ദിവസം ദുഃഖാചരണവും 7 ദിവസം ഈ രാജ്യത്ത് ഇറാനിൽ ഒരു അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തായാലും ഇറാന്റെ 1989 ഇറാൻ പ്രസിഡന്റ് ആയിരിക്കുകയായിരുന്നു. പരമോന്നത നേതാവായി ഇദ്ദേഹം ചുമതലയേറ്റ് തുടർന്ന് 35 വർഷക്കാലമായി ഇപ്പോൾ ഇറാനെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നേതാവാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത്. അതേസമയം തന്നെ ഇനി ഇറാന്റെ ഭരണ അവസ്ഥ അല്ലെങ്കിൽ ഇറാനിൽ ഇനി എന്ത് സംഭവിക്കും എന്നതും പ്രധാനപ്പെട്ട ചോദ്യചിഹ്നമാണ്. ഇറാനിൽ ഈ ഖമേനി കൊല്ലപ്പെടുകയാണെങ്കിൽ 3 പിന്തുടർച്ച അവകാശികളായിരുന്നു ഖമേനി പ്രഖ്യാപിച്ചിട്ടുള്ളത്. അത് രഹസ്യമായി തന്നെ പ്രഖ്യാപിച്ചത്. ഇനി ഈ കൊല്ലപ്പെട്ട സാഹചര്യത്തിൽ ഇതിൽ 3 പേരിൽ ആരായിരിക്കും പരമോന്നത നേതാവ് എന്ന സ്ഥാനത്തിലേക്ക് എത്തുക എന്നതും പ്രധാനപ്പെട്ട ചോദ്യചിഹ്നമാണ്. അതേസമയം തന്നെ ഇറാൻ നടത്തുന്ന പ്രത്യാക്രമണങ്ങൾ ഇനി ഏതെല്ലാം രീതിയിലായിരിക്കും? കഴിഞ്ഞ ദിവസം നടന്ന GCC രാജ്യങ്ങളിലേക്ക് നടന്ന ആക്രമണം പ്രധാനമായും അമേരിക്കയുടെ സൈനിക താവളത്തിലേക്ക് നടന്ന ആക്രമണത്തിൽ പല രാജ്യങ്ങളും കുവൈത്തും അബുദാബിയും ദുബായ് അടക്കമുള്ള പ്രധാനപ്പെട്ട ഗൾഫ് രാജ്യങ്ങളിലേക്ക് ആക്രമണം ഉണ്ടായിരുന്നു. ഇതിൽ ശക്തമായി അപലപിക്കുന്ന ഒരു സാഹചര്യം കൂടി ഇപ്പോൾ GCC രാജ്യത്തിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും നിലവിൽ ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഖമേനി കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഖമേനിയുടെ മക്കളും മരുമകനും കൊച്ചുമകനും കൊല്ലപ്പെട്ടു എന്ന വാർത്ത കൂടി നിലവിൽ ഇപ്പോൾ പുറത്തു വരുന്നു. അതുപോലെ തന്നെ 5 ലക്ഷത്തിലധികം വരുന്ന സായുധ
സേന അല്ലെങ്കിൽ വിപ്ലവ സേനയുടെ തലവനും കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇനി ഇറാന്റെ തിരിച്ചടി എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ ഇസ്രായേൽ അമേരിക്ക പ്രതികരണം എങ്ങനെയായിരിക്കും എന്നതും പ്രധാനപ്പെട്ട ഒരു ചോദ്യചിഹ്നമാണ്. കഴിഞ്ഞ ദിവസം UN സുരക്ഷാ സമിതി യോഗത്തിൽ ചേർന്ന യോഗത്തിൽ ഈ റഷ്യയും ചൈനയും ഇറാനെ പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അതിൽ ഇനി എന്തെല്ലാമായിരിക്കും നിലപാടുകൾ ഇറാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുക, അല്ലെങ്കിൽ ഇറാൻ ഒരു പൂർണ്ണ വിട്ടുവീഴ്ച വരുമോ, അല്ലെങ്കിൽ ജനാധിപത്യത്തിലേക്ക് കടക്കുമോ, ആണവ ചർച്ചയിൽ നിന്ന് പൂർണ്ണമായി പിൻവാങ്ങുമോ എന്നതെല്ലാം പ്രധാനപ്പെട്ട ഒരു ചോദ്യചിഹ്നമാണ്. എന്തായാലും ഈ മണിക്കൂറിൽ പ്രധാനപ്പെട്ട ഒരു വാർത്ത കൂടി നിലവിൽ ഇപ്പോൾ പുറത്തു വരികയാണ്. ഇറാനിലെ സുപ്രധാന നേതാക്കളെയും വധിച്ചിട്ടുണ്ട്, വിപ്ലവ സേനയുടെ തലവനും കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നതാണ് നിലവിൽ ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. ഈ ഖമേനിയുടെ അടുത്ത അനുയായികളായ അല്ലെങ്കിൽ വിവരങ്ങൾ തേടുന്ന പ്രധാനപ്പെട്ട നേതാക്കളും കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നതാണ് നിലവിൽ ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. കാർത്തു. രജീഷ്, അതുപോലെ തന്നെ നമുക്ക് പറയാൻ സാധിക്കും, അത്രയധികം സൈനിക ശേഷിയുള്ള ഒരു രാജ്യം, അവിടെ ഖമേനിയെ വധിക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് അമേരിക്കയ്ക്ക് വലിയൊരു നേട്ടം തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സംഘർഷം ഇനി അവസാനിക്കുമോ, അതുപോലെ തന്നെ അല്ലെങ്കിൽ അതൊരു യുദ്ധമായി തന്നെ പടരാനുള്ള സാധ്യതയുണ്ടോ എന്നടക്കമുള്ള ചോദ്യങ്ങൾ മുന്നോട്ട് വരികയാണ്. കൂടാതെ തന്നെ മുമ്പെങ്ങും കണ്ടിട്ടില്ലാത്ത പോലെ തരത്തിൽ ഗൾഫ് മേഖലയിലടക്കം വ്യാപക ആക്രമണം നടത്തുന്ന രീതിയിലേക്കായിരുന്നു ഇറാൻ അടക്കം കടന്നത്. US സൈനിക കേന്ദ്രങ്ങളടക്കം ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അവരുടെ പരമോന്നത നേതാവിൻ്റെ ആ ഒരു വധത്തിന് ശേഷം, അല്ലെങ്കിൽ റഷ്യയും ചൈനയും പോലുള്ള രാജ്യങ്ങളുടെ പിന്തുണ ഉണ്ടായ ഈ ഒരു സാഹചര്യത്തിലടക്കം ഇറാൻ അവരുടെ പ്രഹരശേഷി കൂട്ടാനുള്ള സാധ്യതയായിരിക്കില്ലേ ഇനി മുന്നോട്ട് ഉണ്ടാവുക? കാർത്തു, ആ രീതിയിൽ ചിന്തിക്കാൻ സാധിക്കില്ല എന്നതാണ് പ്രധാനമായും. അതേസമയം തന്നെ ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇസ്രയേലിനേക്കാൾ കൂടുതൽ ആയുധബലം അല്ലെങ്കിൽ കായിക ശേഷിയുള്ള ഒരു രാജ്യം തന്നെയാണ് ഇറാൻ. അതേസമയം തന്നെ ഇതൊരു സംയുക്ത ആക്രമണമായിരുന്നു, അല്ലെങ്കിൽ ഇറാന്റെ ഭാഗത്ത് ഇറാന് മേലുള്ള ഒരു സംയുക്ത ആക്രമണമായിരുന്നു അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത്. അതിൽ സൈനിക ശക്തിയുടെ കാര്യത്തിലായാലും മറ്റ് സൈനിക സാങ്കേതികവിദ്യയുടെ കാര്യത്തിലായാലും അമേരിക്കയോടൊപ്പം തന്നെ കിടപിടിക്കാൻ ഒരിക്കലും ഇറാന് സാധിക്കില്ല. അതേസമയം തന്നെ റാങ്കിൽ സൈനിക ശേഷിയിൽ 16ാം റാങ്കാണ് ഇപ്പോൾ ലോക രാജ്യങ്ങൾക്കിടയിൽ ഇറാൻ ഉള്ളത്. അതേസമയം തന്നെ 1ാം റാങ്കിലുള്ള അമേരിക്കയാണ് ഇപ്പോൾ പൂർണ്ണമായും ഈ യുദ്ധത്തിലേക്ക് കടക്കുന്നത് എന്നതാണ്. അതിൽ ഒരു സംയുക്ത യുദ്ധത്തിലേക്ക് കടക്കുമ്പോൾ അമേരിക്കയെ ഒരിക്കലും തകർക്കുകയോ അല്ലെങ്കിൽ ഇസ്രായേൽ മേലൊരു ആധിപത്യം സ്ഥാപിക്കുകയോ ഇറാന് സാധിക്കില്ല എന്നതാണ് ലഭിക്കുന്ന വിവരം. അതേസമയം തന്നെ ഇതിൽ പ്രധാനമായും സായുധ സേനയുടെ അല്ലെങ്കിൽ വിപ്ലവ സേനയുടെ തലവനും ഇതിൽ കൊല്ലപ്പെട്ടത് ഈ ഇറാന്റെ ഭാഗത്തു നിന്ന്, അല്ലെങ്കിൽ ഇറാൻ ഒരു വലിയ രീതിയിലുള്ള തിരിച്ചടി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട നേതാവും കൊല്ലപ്പെട്ട സാഹചര്യത്തിൽ, അല്ലെങ്കിൽ ഇറാന്റെ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ട സാഹചര്യത്തിൽ ഇറാൻ ഇനിയൊരു അടി പുറകോട്ട് പോകാനുള്ള സാഹചര്യം നിലവിൽ ഇപ്പോൾ ഉണ്ട്. അതേസമയം തന്നെ പ്രധാനപ്പെട്ട ഈ നേതാക്കളെല്ലാം നിലവിൽ ഇപ്പോൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നതും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. നിലവിൽ ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഇറാന്റെ പ്രധാനപ്പെട്ട മാധ്യമം അല്ലെങ്കിൽ ഔദ്യോഗിക വാർത്താ ചാനലിലൂടെയാണ് നിലവിൽ ഇപ്പോൾ ഈ വിവരം പുറത്തു വന്നിട്ടുള്ളത്. പ്രധാനപ്പെട്ട നേതാവ് തന്നെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. 86 വയസ്സായിരുന്നു. നിയൽ യുദ്ധത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാവലാൾ കൂടിയായിരുന്നു കൊല്ലപ്പെട്ട ആയത്തുള്ള ഖമേനി എന്ന് അലി ഖമേനി എന്ന് പറയുന്നത്. എന്നാലും ഇദ്ദേഹം ഇപ്പോൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഔദ്യോഗിക സ്ഥിരീകരണം ഇറാന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. ഈ രാവിലെയോടെ ആയിരുന്നു ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രിയായിട്ടുള്ള ബെഞ്ചമിൻ നെതന്യാഹുവും ഇതുപോലൊരു സൂചന നൽകിയത്. അതിൽ ഇപ്പോൾ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം ഇറാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. കാർത്തു. രജീഷ്, അതുപോലെ തന്നെ ഖമേനിയുടെ കൊലപാതകത്തിന് ശേഷം ഇറാനിയൻ നാവികസേനയെ തകർക്കുമെന്നൊരു നിലപാട് കൂടി ഇപ്പോൾ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്വീകരിച്ചിരിക്കുന്നു എന്നൊരു റിപ്പോർട്ട് കൂടി പുറത്തു വരുന്നുണ്ട്. അതിലെന്തെല്ലാം സത്യാവസ്ഥകളാണുള്ളത്? ഇനിയിപ്പോൾ ഇറാൻ നാവികസേന ആയിരിക്കുമോ ട്രംപിന്റെ ലക്ഷ്യം? കാർത്തു, ഇറാന്റെ സൈന്യം, നീതിന്യായ വ്യവസ്ഥ, ഗവൺമെൻറ് എന്നിവയുടെ അന്തിമ തീരുമാനമെടുക്കുന്നത് ഈ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള അലി ഖമേനി ആയിരുന്നു.
ഇദ്ദേഹം കൊല്ലപ്പെട്ട സാഹചര്യത്തിൽ ഇനി അമേരിക്കയുടെ തുടർ നടപടി അല്ലെങ്കിൽ ഇനിയുള്ള നീക്കം എന്നത് എന്തായിരിക്കും എന്നതിൽ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ചിഹ്നമാണ്. തൻ്റെ ഭരണകാലത്തുടനീളം പാശ്ചാത്യ രാജ്യങ്ങളുമായി പ്രത്യേകിച്ച് അമേരിക്കയുമായി കടുത്ത ഒരു ശത്രുതയിലായിരുന്നു ഈ ഖമേനി. അതുകൊണ്ട് തന്നെ ഈ കൊല്ലപ്പെട്ട സാഹചര്യത്തിൽ ഇനി അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന നടപടികൾ എന്തായിരിക്കും എന്നതും പ്രധാനപ്പെട്ട ചോദ്യചിഹ്നമായിരുന്നു. ഒന്നാം നമ്പർ ശത്രു എന്നും ഇസ്രായേലിന് തൊട്ടു പിന്നാലെയുള്ള ഭീഷണിയുമായാണ് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചിരുന്നത്. ഇസ്ലാമിക് റവല്യൂഷൻ ഗാർഡ് കോംപ്ലക്സ് ബസ്റ്റിക്സ് അർദ്ധ സൈനിക വിഭാഗം എന്നിവയുടെ വിശ്വസ്തനായിരുന്ന ഖമേനി ഇറാന്റെ ആണവ പരിപാടി സമാധാനപരമായി ആവശ്യങ്ങൾക്കാണെന്നും രാജ്യം ആണവായുധങ്ങൾ നിർമ്മിക്കില്ലെന്നും അദ്ദേഹം ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം തന്നെ ഇതിലൊരു ആണവ ചർച്ചയിലേക്ക് തയ്യാറാകാത്ത സാഹചര്യത്തിൽ കൂടിയായിരുന്നു ഇപ്പോൾ ഒരു സൈനിക നടപടിയിലേക്ക് അമേരിക്കയും ഇസ്രായേലും കടന്നത്. ഇതിലാണ് ഇപ്പോൾ ഈ ഖമേനി കൊല്ലപ്പെട്ടിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം നടന്ന ആക്രമണത്തിൽ ഇദ്ദേഹത്തിൻ്റെ വസതിയിലേക്കും ഭരണസിര കേന്ദ്രത്തിലേക്കും ഒരു ആക്രമണം ഉണ്ടായിട്ടുള്ളത്. അത് വലിയ രീതിയിലുള്ള പ്രത്യാക്രമണം ആയി തന്നെ തിരിച്ചടിച്ചിരുന്നു. അതേസമയം തന്നെ ഈ ആക്രമണത്തിൽ വലിയ നാശനഷ്ടങ്ങൾ തന്നെയായിരുന്നു ഇറാനിൽ സംഭവിച്ചത്. ഇതിലാണ് ഇപ്പോൾ ആയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടിട്ടുള്ളത് എന്നതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. 1979 ഇസ്ലാമിക് വിപ്ലവത്തിന് ശേഷം ഇറാന് 2 പരമോന്നത നേതാക്കൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇത് സർവശക്തനായ ഒരു ഓഫീസറായിരുന്നു ആയത്തുള്ള അലി ഖമേനി. തുടർന്ന് ഇദ്ദേഹം 1981 ഈ പ്രസിഡന്റ് സ്ഥാനത്തിലേക്ക് ചുമതലയേൽക്കുന്നു. തുടർന്ന് 1989 ഇദ്ദേഹം ഇറാന്റെ പരമോന്നത നേതാവായി ചുമതലയേൽക്കുന്നത്. എന്തായാലും 86 വയസ്സിലാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടിട്ടുള്ളത്. ലോക രാജ്യങ്ങൾക്കിടയിൽ പ്രധാനമായും പശ്ചിമേഷ്യയിൽ ഒറ്റപ്പെട്ട ഇറാന് സംഭവിച്ച മറ്റൊരു പ്രധാനപ്പെട്ട തിരിച്ചടി കൂടിയാണ് ഈ പരമോന്നത നേതാവിൻ്റെ വധം എന്ന് പറയേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം നടന്ന ആക്രമണത്തിൽ വിവിധ രാജ്യങ്ങൾ ഇറാന് എതിരാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തങ്ങൾക്ക് നേരെയുള്ള ആക്രമണം അല്ലെങ്കിൽ അമേരിക്കയുടെ സൈനിക താവളങ്ങൾക്ക് സ്ഥലം നൽകി അല്ലെങ്കിൽ ഇടം നൽകി എന്നാരോപിച്ച് അല്ലെങ്കിൽ ആരോപിച്ച് തങ്ങൾക്ക് നേരെയുള്ള ആക്രമണം ഒരിക്കലും ചെറുത്തു നിൽക്കാൻ സമ്മതിക്കില്ല എന്നതായിരുന്നു GCC രാജ്യങ്ങളടക്കം എടുത്ത പ്രധാനപ്പെട്ട ഒരു നിലപാട്. അതിൽ തന്നെ ഈ ഇറാനെ പശ്ചിമേഷ്യയിൽ ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. സിറിയ മാത്രമായിരുന്നു ഇറാനൊരു അല്പമെങ്കിലും സമാധാനമുള്ള അല്ലെങ്കിൽ കൂടെ നിൽക്കുന്ന ഒരു രാജ്യം. അതേസമയം തന്നെ സിറിയയും ഇപ്പോൾ ഇറാന് മേൽ ഒരു സമ്മർദ്ദം ചെലുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ആണവ ചർച്ചയ്ക്ക് പ്രധാനമായും മധ്യസ്ഥ വഹിച്ച ഒമാൻ അടക്കം നിലവിൽ ഇപ്പോൾ ഒരു പ്രതികരണത്തിലേക്ക് തയ്യാറാകുന്നില്ല. അതേസമയം തന്നെ UN സുരക്ഷാ സമിതി യോഗത്തിൽ ചേർന്ന UN രക്ഷാ സമിതി യോഗത്തിൽ ചേർന്ന യോഗത്തിലെല്ലാം ഇപ്പോൾ ഇറാന് മേലൊരു സമ്മർദ്ദം ചെലുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണം എന്നതായിരുന്നു റഷ്യയുടെ ആവശ്യം. അതേസമയം തന്നെ രാജ്യങ്ങൾ തമ്മിൽ യുദ്ധത്തിൽ ഏർപ്പെടുമ്പോൾ നിയമങ്ങൾ പാലിക്കണമെന്നാണ് ചൈന മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ഒരു വാദം. എന്നാലും ഇപ്പോൾ ആയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നൊരു ഔദ്യോഗിക സ്ഥിരീകരണമാണ് ഈ മണിക്കൂറിൽ പുറത്തു വരുന്നത്. ഇനി ഇറാനിൽ എന്തെല്ലാം സംഭവിക്കും അല്ലെങ്കിൽ ഏതെല്ലാം രീതിയിൽ ഭരണമാറ്റം വരും? ഈ ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം ഇത് തന്നെയായിരുന്നു. ഇറാനിൽ ഒരു ഭരണമാറ്റം കൊണ്ടുവരിക, ഇറാൻ ഒരു ജനാധിപത്യത്തിലേക്ക് വരിക, ഈ ആണവ ചർച്ചയിൽ നിന്ന് അല്ലെങ്കിൽ ആണവ കരാറിൽ നിന്ന് ഇപ്പോൾ ഇറാൻ പൂർണ്ണമായും പിന്നോട്ട് പോവുക എന്നതായിരുന്നു അമേരിക്കയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. എന്തായാലും അതിലിനി ഏതെല്ലാം രീതിയിൽ തീരുമാനമുണ്ടാകും അല്ലെങ്കിൽ ഏതെല്ലാം രീതിയിൽ ഇറാൻ തിരിച്ചടിക്കും എന്നതും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. എന്തായാലും ഇപ്പോൾ 86 വയസ്സുള്ള നിങ്ങളി യുദ്ധത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു നേതാവായിട്ടുള്ള 1981 പ്രസിഡന്റായി തുടർന്ന് 1989 ഇറാന്റെ പരമോന്നത നേതാവായിട്ടുള്ള ആയത്ത് അലി ഖമേനി ഇപ്പോൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നൊരു ഔദ്യോഗിക സ്ഥിരീകരണമാണ് ഇറാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. കാർത്തു.
രാജേഷ്, അതുപോലെ തന്നെ ഇപ്പോൾ ഖമേനിയുടെ കൊലപാതകമടക്കം സ്ഥിരീകരിക്കപ്പെട്ട സാഹചര്യം തന്നെയാണ്. അതിനു മുമ്പ് തന്നെ സൗദി ഭരണാധികാരി അടക്കം ട്രംപ് ഫോണിൽ വിളിച്ച യാതൊരുവിധ ഭയവും വേണ്ട, എന്നും തങ്ങൾ ഒപ്പമുണ്ട് എന്നൊരു ഉറപ്പ് ട്രംപ് സൗദി അറേബ്യയ്ക്ക് നൽകിയിരിക്കുന്നു. മറ്റ് ഗൾഫ് രാജ്യങ്ങളൊക്കെ ആക്രമിക്കപ്പെടുന്ന സാഹചര്യത്തിലാണ് ട്രംപിന്റെ ഈ ഒരു നീക്കം ഉണ്ടാകുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ അറബ് രാജ്യങ്ങളുടെ, സൗദി ഉൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങളുടെ പിന്തുണ ഉറപ്പാക്കുകയാണോ ട്രംപ് ചെയ്യുന്നത്? കഴിഞ്ഞ ദിവസം നടന്ന ഇസ്രയേൽ അമേരിക്ക ആക്രമണത്തിന് പ്രത്യാക്രമണം എന്നോളം ഈ ഇറാൻ GCC രാജ്യങ്ങൾക്ക് നേരെ ഉപയോഗിച്ച, അല്ലെങ്കിൽ GCC രാജ്യങ്ങളിലെ അമേരിക്കയുടെ താവളങ്ങൾക്ക് നേരെ ഉപയോഗിച്ച ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ടായിരുന്നു, നിരവധി നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. തുടർന്നാണ് അമേരിക്കൻ പ്രസിഡന്റായിട്ടുള്ള ട്രംപ് ഇപ്പോൾ സൗദിയുമായി ഫോണിൽ സംസാരിച്ചിട്ടുള്ളത്. അതിൽ തന്നെ ഒരു ഇറാനെ തകർക്കുക, അല്ലെങ്കിൽ ഇറാൻ്റെ ഭീഷണിയെ ഏതെല്ലാം രീതിയിൽ തകർക്കുക എന്നതിൽ തങ്ങളും ഒപ്പമുണ്ടാകുമെന്നായിരുന്നു സൗദിക്ക് അമേരിക്ക നൽകിയ, അല്ലെങ്കിൽ ട്രംപ് നൽകിയ പ്രധാനപ്പെട്ട ഒരു വാഗ്ദാനം. അതിൽ ഇപ്പോൾ ലോകരാജ്യങ്ങളുടെ പിന്തുണ അമേരിക്ക നേടുക, അല്ലെങ്കിൽ ഇസ്രായേലിനെ നേടുക എന്നതാണ്. അതേസമയം തന്നെ ലോകരാജ്യങ്ങൾക്കിടയിൽ ഇറാനെ ഒറ്റപ്പെടുത്തുക എന്നാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തായാലും ഇസ്രായേൽ അമേരിക്കയുടെ സൈനിക നീക്കത്തിലൂടെ ഇറാൻ്റെ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള ഖമേനി കൊല്ലപ്പെട്ടിട്ടുണ്ട്. അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും അവകാശവാദങ്ങൾക്ക് പിന്നാലെയാണ് ഇറാൻ ഇക്കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത്. ആയത്തുള്ള ഖമേനിയുടെ മരുമകനും പേരക്കുട്ടിയും മകളും ഇപ്പോൾ ഈ ആക്രമണത്തിൽ, അല്ലെങ്കിൽ അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും സംയുക്ത ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നതാണ്. ഇറാനിലെ തസ്ലീം ഫാർ തുടങ്ങിയ വാർത്താ ഏജൻസികളാണ് നിലവിൽ ഇപ്പോൾ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഖമേനി കൊല്ലപ്പെട്ടെന്ന് അമേരിക്കൻ പ്രസിഡന്റും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ 40 ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. 7 ദിവസം അവധിയും പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതേസമയം തന്നെ ഇറാനെതിരെ നടന്ന സൈനിക ആക്രമണം തുടരും എന്നതാണ് US നൽകുന്ന, അല്ലെങ്കിൽ US സെൻട്രൽ കമാൻഡർ നൽകുന്ന പ്രധാനപ്പെട്ട ഒരു വാർത്ത. കൃത്യവും വ്യക്തവുമുള്ള, അല്ലെങ്കിൽ വേഗതയുമുള്ള ആക്രമണമായിരുന്നു തങ്ങൾ നടത്തിയത് എന്നും ഇപ്പോൾ US അറിയിക്കുന്നു. US-ൻ്റെ അല്ലെങ്കിൽ ഇറാൻ്റെ സൈനിക നടപടി ഈ ആഴ്ച കൂടി തുടരും. അതിനുള്ളിൽ തന്നെ ഈ ആണവ ചർച്ചയിലും ഈ ഇറാൻ്റെ ഭരണമാറ്റത്തിലും പ്രധാനപ്പെട്ട ഒരു തീരുമാനം ഉണ്ടാകണം എന്നതാണ് അമേരിക്ക മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാർത്തു, ശരി. ഇസ്രായേൽ US ആക്രമണത്തിൽ ഇറാന്റെ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടതായി ഇറാൻ ഔദ്യോഗിക മാധ്യമങ്ങൾ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഇതിനെ തുടർന്ന് രാജ്യത്ത് 40 ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഖമേനി ശനിയാഴ്ച പുലർച്ചെ ഓഫീസിൽ ഔദ്യോഗിക ചുമതലകൾ നിർവഹിക്കുന്നതിനിടെ കൊലപ്പെടുത്തി എന്നതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകളിൽ എന്തായാലും സൂചിപ്പിക്കുന്നത്. ആക്രമണത്തിൽ ഖമേനിയുടെ മകളും മരുമകനും കൊച്ചുമകനും അടക്കം കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഖമേനി കൊല്ലപ്പെട്ടെന്ന മാധ്യമമായ ട്രൂത്ത് സോഷ്യൽ ഡൊണാൾഡ് ട്രംപ് ആണ് ആദ്യം കുറിച്ചത്. US ഇസ്രായേൽ ഇന്റലിജൻസിനെ മറികടക്കാൻ ഖമേനിക്ക് കഴിഞ്ഞില്ല എന്നും ഖമേനിയെ കൂടാതെ ഇറാനിലെ സുപ്രധാന നേതാക്കളെയും വധിച്ചെന്നായിരുന്നു ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെട്ടിരുന്നത്. എന്നാൽ ട്രംപിന്റെ ഈ അവകാശവാദത്തിന് പിന്നാലെ ആദ്യമൊന്നും അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിലും പിന്നീട് ഔദ്യോഗികമായി ഇറാൻ അത് സമ്മതിക്കുകയായിരുന്നു. മരണവിവരം ഇറാൻ ഔദ്യോഗികമായാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. എന്തായാലും ഇറാന്റെ പ്രത്യാക്രമണത്തിന് പിന്നാലെ ഇറാനിയൻ നാവികസേനയെ തകർക്കുമെന്നുകൂടി ഈ ഒരു കൊലപാതകം ഉണ്ടായി, അല്ലെങ്കിൽ തങ്ങളുടെ നേതാവ് വധിക്കപ്പെട്ടു എന്ന് ഇറാൻ ഔദ്യോഗികമായി സ്ഥിരീകരിക്കുമ്പോഴും ഇറാനിയൻ നാവികസേനയെ തകർക്കും എന്ന് തന്നെയാണ് ഡൊണാൾഡ് ട്രംപ് അടക്കം പറയുന്ന ഒരു സാഹചര്യം. എന്തായാലും പശ്ചിമേഷ്യ കൂടുതൽ കലുഷിതമാവുക തന്നെയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഖമേനി കൊല്ലപ്പെട്ടു എന്നൊരു സ്ഥിരീകരണം ഇറാന്റെ ഭാഗത്തു നിന്ന് ഔദ്യോഗികമായി വന്നിരിക്കുന്നു. ഇനി എന്താണ് ഇറാന്റെ നിലപാട് എന്നത് കണ്ടറിയേണ്ടതാണ്. രാജേഷ് ശ്രീനിവാസനും വിസ്മയ പ്രകാശുമാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും തങ്ങളുടെ നേതാവിനെ കൊലപ്പെടുത്തിയിരിക്കുകയാണ് അമേരിക്കയും ഇസ്രയേലും
സംയുക്ത ആക്രമണത്തിലൂടെ എന്ന സ്ഥിരീകരണം ഇപ്പോൾ ഔദ്യോഗികമായി ഇറാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്ന സാഹചര്യം, ഖമേനിയെ കൂടാതെ തന്നെ നിരവധി സുപ്രധാന നേതാക്കളെയും വധിച്ചു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും ഈ നിമിഷം പുറത്തു വരുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഖമേനിയുടെ മകളും മരുമകനും പേരക്കുട്ടിയും അടക്കം ഈ ഒരു ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നും കൂടി പുറത്തേക്ക് വിവരങ്ങൾ എത്തുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്നതിൽ പൂർണ്ണമായ ഒരു വ്യക്തത വന്നിട്ടില്ല. ഇറാന്റെ ഭാഗത്തു നിന്ന് ഇതുവരെ 200-ലധികം ആളുകൾ കൊല്ലപ്പെട്ടു അല്ലെങ്കിൽ മരണപ്പെട്ടു എന്ന തരത്തിലുള്ള ഒരു വാർത്തകൾ പുറത്തു വന്നു. ഇന്നലെ ഇസ്രയേൽ നടത്തിയ ഒരു സ്കൂളിന് നേരെ നടത്തിയ ആക്രമണത്തിൽ ആദ്യം വിരലിലെണ്ണാവുന്ന മരണസംഖ്യയായിരുന്നു പുറത്തേക്ക് വന്നിരുന്നെങ്കിൽ ഇന്നത് 100-ലധികം കടക്കുന്നു എന്നത് ആശങ്ക ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. അതിനർത്ഥം എത്രത്തോളം ഭീകരമായ അന്തരീക്ഷമാണ് ഇറാനിൽ ഉണ്ടായിരിക്കുന്നത് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഇത്തരത്തിലൊരു സൈനിക ശക്തിയുള്ള ഒരു രാജ്യത്ത് അവരുടെ നേതാവിനെ അടക്കം അമേരിക്കയും ഇസ്രയേലും ചേർന്ന് വധിക്കുമ്പോൾ ഇനി എന്താണ് ഇവരുടെയൊക്കെ നീക്കം? ഈ ആണവ ചർച്ചയുമായി ബന്ധപ്പെട്ട കരാറിലടക്കം ഇറാന് സമ്മതം മൂളേണ്ടി വരുമോ എന്ന ചോദ്യങ്ങളൊക്കെ ഈ ഒരു നിമിഷത്തിൽ ഉന്നയിക്കപ്പെടുന്നത് തന്നെയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഇനി എന്താണ് ഇറാന്റെ തീരുമാനം? ഗൾഫ് മേഖലയിലടക്കം വ്യാപക ആക്രമണം ഉണ്ടാകുന്നു. ദുബായിയുടെ അടക്കം പല പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലും ഇറാൻ ആക്രമണം നടത്തി. ദുബായിലെയും അബുദാബിയിലെയും വിമാനത്താവളങ്ങൾ ഇറാൻ ആക്രമിക്കുന്നു. ഇനി എന്താണ് ഈ ഇറാന് മുന്നിലുള്ള നിലപാട്, അല്ലെങ്കിൽ ഇനി എന്തെല്ലാം കാര്യങ്ങളിലേക്കാണ് ഇറാൻ കടക്കുക? ആരാണ് ഇനി ഇറാനെ നയിക്കുക എന്ന കാര്യങ്ങളിലടക്കം ഒരു ചോദ്യചിഹ്നം ഇപ്പോഴും അവശേഷിക്കുക തന്നെയാണ്. എന്തായാലും ഇറാന്റെ നാവികസേനയടക്കം ആക്രമിച്ച് മുന്നോട്ട് പോകാൻ തന്നെയാണ് ട്രംപിന്റെയും തീരുമാനം. അങ്ങനെയാണെങ്കിൽ ഇനി വരും ദിവസങ്ങളിൽ ഈ യുദ്ധം നീളുമോ അതോ അവസാനിക്കപ്പെടുമോ എന്ന കാര്യങ്ങളിലടക്കം വ്യക്തത വരേണ്ടതുണ്ട്. എന്തായിരിക്കാം ട്രംപിന്റെ നിലപാട്, നെതന്യാഹുവിന്റെ നിലപാട്?